പൂക്കോട്ടുംപാടം വാഗത്തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്ന കട ഉടമകൾക്കും കെട്ടിട ഉടമകൾക്കും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിയമചട്ട ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള സ്പെഷ്യൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി. വാഗത്തോട്ടിന് സമീപത്തുള്ള 6 കടകൾക്കും കെട്ടിട ഉടമകൾക്കുമാണ് അലക്ഷ്യമായി മാലിന്യം തള്ളൽ, മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടൽ എന്നീ കുറ്റങ്ങൾക്ക് 5000 രൂപ മുതൽ 25,000 രൂപ വരെ പിഴ ചുമത്തിയിട്ടുള്ളത്. കൂടാതെ ബദൽ സംവിധാനം ഒരുക്കുന്നതിന് ഒരാഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ മാലിന്യ സംസ്കരണ രീതികളിലേക്ക് മാറിയിട്ടില്ലെങ്കിൽ പുനഃപരിശോധനയ്ക്ക് ശേഷം 50,000 രൂപ വരെ പിഴ ചുമത്തുന്നതും ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതുമാണ്. കൂടാതെ വാഗത്തോട് സംരക്ഷണത്തിനായി ജനകീയ കൂട്ടായ്മയിലൂടെയോ തദ്ദേശ സ്ഥാപന പദ്ധതി മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായോ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായോ വാഗത്തോട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെന്നും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സ്ക്വാഡ് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു. മാത്രമല്ല, ബഡ് സ്കൂൾ, സായംപ്രഭ ഹോം എന്നിവയ്ക്ക് മുൻവശത്ത് റോഡ് സൈഡിലുള്ള പോലീസ് പിടിച്ചെടുത്ത തൊണ്ടിവാഹനങ്ങൾ കെട്ടിക്കിടന്ന് പരിസരം മലിനമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള സായംപ്രഭ ഹോമിലെ അംഗങ്ങളുടെയും ഭിന്നശേഷിക്കാരായ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും ആരോഗ്യത്തെ ദോഷമായി സാരമായി ബാധിക്കാനിടയുള്ളതിനാൽ അടിയന്തരമായി തൊണ്ടിവാഹനങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പോലീസിനോട് ആവശ്യപ്പെടാനും പഞ്ചായത്തിനെ ചുമതലപ്പെടുത്തി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ KT മുഹമ്മദ് മുസ്തഫ, അമരമ്പലം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി B ശിവദാസ്, മലപ്പുറം ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ K സിറാജുദ്ദീൻ, അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ PT ഷാഹിദ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.